പാർട്ടി ആവശ്യപ്പെട്ട മേയറൊന്നും നോക്കിയിട്ടല്ല കൗൺസിലറായാലും ഞാൻ നിൽക്കും. അതിപ്പോൾ മേയറാവുന്നൊക്കെ പിന്നത്തെ കാര്യമില്ല, ആദ്യം കൗൺസിലറാണല്ലോ. അപ്പോൾ അങ്ങനെ പാർട്ടി ആവശ്യപ്പെട്ടാൽ നിൽക്കും. പക്ഷേ ഈ നിമിഷം വരെ പാർട്ടി എന്നോട് ആവശ്യപ്പെട്ടിട്ടില്ല. ഇതെല്ലാം മാധ്യമങ്ങളിൽ വന്ന വാർത്തകളാണ്. ഇത്തരത്തിൽ വനിതാ മേയർ സ്ഥാനത്തേക്ക് എന്തെങ്കിലും ചർച്ചകൾ ആരെങ്കിലും മുൻനിർത്തി ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന രീതിയിലേക്ക് എന്തെങ്കിലും ചർച്ചകൾ ഇവിടെ നടന്നു? അല്ല, കോൺഗ്രസ് പാർട്ടിക്ക് അങ്ങനെ ഒരു ഇതില്ല. കാരണം നമ്മൾ എല്ലാം കഴിഞ്ഞ് എല്ലാവരും കൂടിയിരുന്ന് തീരുമാനിക്കുന്ന ഒരു സ്ഥിതിയാണ്. ആദ്യം ഇന്ന ആളാണ് മേയർ സ്ഥാനാർത്ഥി എന്ന് പറയുന്ന ഒരു പാരമ്പര്യം കോൺഗ്രസിനില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഇലക്ഷനൊക്കെ കഴിഞ്ഞ് പൊതുസമ്മതനായിട്ടുള്ള ഒരാളെ തന്നെ കോൺഗ്രസ് നിർദ്ദേശിക്കുള്ളൂ. അല്ലാണ്ട് നേരത്തെ പേര് പറയുന്ന ഒരു പാരമ്പര്യം ഇല്ല ഞങ്ങൾക്ക്. അല്ല, ഗ്രൂപ്പ് അടിസ്ഥാനത്തിലില്ല എന്ന് ഞാൻ പറയില്ല. ഗ്രൂപ്പുകളൊക്കെ എന്നും സത്യം തന്നെയാണ്. പക്ഷേ ഗ്രൂപ്പാണെങ്കിലും ജനസമ്മതിയുള്ള നേതാക്കളെ മാത്രമേ ഇപ്രാവശ്യം നിർത്തുള്ളൂ. അത് എല്ലാവരും, അത് അക്കാര്യത്തിൽ എല്ലാവരും ഒരു യോജിപ്പാണ്. അതിന് ഗ്രൂപ്പൊന്നുമില്ല. പിന്നെ ഇപ്പോൾ ഗ്രൂപ്പുകളെന്ന് പറയാൻ എല്ലാവരും ഇപ്പോൾ ഒരുമിച്ചാണല്ലോ. ഇപ്പോൾ ഒരുമിച്ചൊരു നല്ലൊരു, അതാ ഞാൻ പറഞ്ഞത്, എല്ലാ അന്തരീക്ഷം വളരെ നല്ലതാണ്. നല്ല സ്ഥാനാർത്ഥികളാവുക, ഗവൺമെൻറ് ചെയ്ത ഗുണങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും UDF വൻ വിജയം ഉണ്ടാവും. എന്നങ്ങനെ പറയാൻ പറ്റില്ല. കാരണം പാർട്ടി എന്നോട് ഇതുവരെ ആവശ്യപ്പെട്ടിട്ടില്ല. ആവശ്യപ്പെട്ടാൽ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞില്ലേ, അതിൽ മേയർ എന്നുള്ളൊരു പേരല്ല ഞാൻ പറഞ്ഞത്, ഒരു കൗൺസിലറാണ് ആദ്യം വരേണ്ടത്. ഒരു കൗൺസിലറായിട്ട് പോലും ഞാൻ നിൽക്കാൻ തയ്യാറാണ്. പാർട്ടി എന്താ ആവശ്യപ്പെട്ടാലും ഞാൻ കേൾക്കും. അങ്ങനെ നോക്കാൻ പറ്റില്ല. നമുക്ക് പാർട്ടി പറയണല്ല, നമുക്ക് ആഗ്രഹങ്ങൾ മനുഷ്യന്മാർക്ക് എന്തൊക്കെ ഉണ്ടാവും. പക്ഷെ എന്ന് വെച്ചിട്ട് പാർട്ടി പറയണത് എന്താ വെച്ചാൽ കേൾക്കുക എന്നുള്ളതാണ്. ഞാനിപ്പോൾ തൃശ്ശൂരാണ് എനിക്ക് ചാർജ്. അതുകൊണ്ട് എനിക്ക് തോന്നുന്ന മാസത്തിലൊരു 3 ആഴ്ചയും ഞാനിപ്പം തൃശ്ശൂരാണ്. പ്രത്യേകിച്ച് തൃശ്ശൂരിൻ്റെ ഇപ്പോഴത്തെ കുറേ സാഹചര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് കുറേ ദിവസം തൃശ്ശൂർ നിൽക്കേണ്ടി വന്നതുകൊണ്ട് എറണാകുളത്ത് ഇടയ്ക്ക് വന്നപ്പോഴാണ് ഞാൻ ഈ വാർത്തകൾ കേട്ടത്. ഞാൻ ഇതൊക്കെ കേട്ട് അതേമാതിരി തന്നെ വീണ്ടും തിരിച്ച് തൃശ്ശൂർക്ക് പോയി. അത്രേ ഉണ്ടായിട്ടുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെ തൃശ്ശൂർ ജില്ലയിൽ നിന്നല്ല, ഏറ്റവും കേരളത്തിലെ ഏത് ജില്ലയിൽ നിന്നാലും കെ കരുണാകരനെ സ്നേഹിക്കുന്ന ആളുകൾ ഉള്ളിടത്തോളം കാലം എനിക്ക് എവിടെ കിട്ടിയാലും സന്തോഷമായിട്ട് നിൽക്കും.